ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീം എക്സാമിൻ്റെ യൂണിറ്റ് 1ൻ്റെ സെക്കൻഡ് മോക്ക് എക്സാം ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതായത് 9 ഫെബ്രുവരി 9 ആയിരുന്നു ഇന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ചിലപ്പോൾ വീഡിയോ 10 അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ട് 9 എക്സാം ഉണ്ടായിരുന്നത്. സോ നമുക്ക് മോക്ക് 1 ഉണ്ടായിരുന്നത് 7 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ മോക്ക് 1-ൽ വിചാരിച്ചത്ര പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സോ അതിൻ്റെ ഒരു നല്ല ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 7 ഡിസപ്പോയിൻമെന്റ് വന്നാൽ പിന്നെ എനിക്ക് ആകെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ 7 പിന്നെ അങ്ങനെ പഠിച്ചില്ല. പിന്നെ 8 പഠിച്ചത്. 8 കുഴപ്പമില്ലാണ്ട് നോക്കി പഠിച്ചത് തന്നെയാണ് വീണ്ടും റിവൈസ് ചെയ്തത്. ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ല ഞാൻ. ഫ്രഷ് ആയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യലൊന്നും ഉണ്ടായില്ല. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കിവിടെ എൻ്റെ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ പഠിച്ചില്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കെമിസ്ട്രി കാര്യങ്ങൾ പഠിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നിരിക്കുന്നത്. സോ മോക്ക് എക്സാമിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ, കമ്പയറിംഗ് ടു ഫസ്റ്റ് മോക്ക് എക്സാം പറയാനാണെങ്കിൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. മീൻസ് സെയിം, പക്ഷേ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് വ്യത്യാസം വന്നിരുന്നു എന്നല്ലാണ്ട് എന്താ പറയുക, ഡിഫിക്കൽട്ടി ലെവലൊക്കെ സെയിം തന്നെയായിരുന്നു. കമ്പയറിംഗ് ടു ഫസ്റ്റ് മോക്ക് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നിയത്. കാരണം എൻ്റെ കുറച്ച് ഫേവറേറ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചുകൂടി വെയിറ്റേജ് കൂടി മാതിരിയാണ് എനിക്ക് ഫീൽ ആയത്. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ സ്കോറും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്കോർ ലാസ്റ്റ് മോക്കിൽ 222 സംതിങ് ആയിരുന്നു. ഇപ്പോൾ 353 ഉണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ മാത്സ് ഞാൻ ടൈം മാനേജ്മെൻറ്റ് സെറ്റാക്കി. ടൈം മാനേജ്മെൻറ്റ് ഞാൻ എക്സാമിൽ കയറാനായിട്ട് മുമ്പേ ലാസ്റ്റ് മോക്കിൽ വന്നത് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സോ ടൈം മാനേജ്മെൻറ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എക്സാമിൽ കയറുമ്പോൾ ഫിസിക്സാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓക്കെ, ഫിസിക്സിൽ ഞാൻ നമുക്ക് 150 ചോദ്യങ്ങളും 180 മിനിറ്റ് ഉള്ളത്. ഫിസിക്സ് ഞാൻ എങ്ങനെ പോയാലും ഒരു 45 മിനിറ്റ് ഫിസിക്സിൻ്റെ മേലെ ഇരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 45 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അല്ലാത്തത് ബാക്കി 1-2 മിനിറ്റ് എടുത്ത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ കൊടുത്തിട്ടതിന് ശേഷം പിന്നെ കെമിസ്ട്രിയിലേക്ക് പോയി. കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. നോക്കി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ബേസിക് കോൺസെപ്റ്റ് റിഡോക്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ല, ചാപ്റ്റർ ബുദ്ധിമുട്ടല്ല, പക്ഷെ എനിക്ക് കുറച്ച് പേഴ്സണലി ദഹിക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സാണ് അത്. എന്നാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും, പക്ഷെ എനിക്കിത് കുറച്ച് ഫേവറേറ്റ്സ് ആണ് എൻ്റെ. എനിക്ക് പഠിക്കാനും താല്പര്യമുള്ളൊരു ടോപ്പിക്കാണത്. ഓക്കെ, യൂണിറ്റ് 2-ൽ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. പിന്നെ മാത്സ് നോക്കുകയാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. എനിക്ക് ഡൊമൈൻ്റെ റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് സെറ്റാക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ രണ്ട് ഭാഗത്തു നിന്നും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നില്ല. മീൻസ് എനിക്ക് അറിയാവുന്ന ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസാണ്, പക്ഷേ ഞാൻ അതിൽ സ്ട്രോങ് അല്ലാന്ന് എനിക്കറിയാം. അതൊന്ന് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇൻവേഴ്സിലും ഞാൻ കുറച്ച് ബാക്കിലാണ്. പക്ഷേ വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റി, കാരണം അത് PYക്ക് പ്രാക്ടീസ് ചെയ്ത കാരണം അത് വലിയ കലാപം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ രക്ഷപ്പെട്ടു പോയതാണ് 353 മീൻസ്. പിന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആൻസർ ചെയ്ത് നോക്കിയപ്പോൾ ശ്രദ്ധിച്ച്, അതായത് ഞാൻ ചെയ്തത് സപ്പോസ് അതിൻ്റെ ഒരു മെത്തേഡ് പ്രകാരം ഞാൻ ചെയ്തത് 3x1² എന്നൊക്കെ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ചെയ്തത് 3x1². പക്ഷെ അതിൽ ക്വസ്റ്റ്യനിൽ 3x1², 3 തന്നെയാണല്ലോ വരിക. പക്ഷെ ഓപ്ഷനിലും 3 തന്നെ ഇരുന്ന ആൻസറും 3. പക്ഷെ അത് ശരിക്കും 3x1² അല്ല, 3x1. ചിലപ്പോൾ ആ 1 എന്നുള്ള സ്ഥാനത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ 2 വന്നു വെച്ചെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ റോങ് ആയി. ഓക്കെ, പക്ഷെ ഇങ്ങനെ ചില സ്ഥലത്ത് അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. 1² എടുത്താലും 1 തന്നെയാണ്, 1 എടുത്താലും 1 തന്നെയാണ്. പക്ഷെ ഞാൻ അടുത്ത് 1² ആയി. നേരെ മറിച്ച് 2 അവിടെ വന്ന് ഞാൻ 2² എടുക്കും, 4 എടുക്കും, 4 × 3 12 ആയി. ആൻസർ ചിലപ്പോൾ അവിടെ 12 കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് പോയി. ഓക്കെ, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ എൻ്റെ അങ്ങനത്തെ 2-3-4-5 ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ശരിയായി പോയതാണ്. ഞാനും കൂടി അറിയാതെ ശരിയായി പോയതാണ്. പിന്നെ ഇൻകറക്റ്റ് സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തത് 3 ക്വസ്റ്റ്യൻസേ ഇൻകറക്റ്റ് ആയുള്ളൂ. പിന്നെ ആവറേജ് ക്വസ്റ്റ്യൻ പെർ മിനിറ്റ് പറഞ്ഞാൽ മണിക്കൂറിൽ 30 ക്വസ്റ്റ്യൻ, അതായത് പെർ ഹവർ 13 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഓവറോൾ റാങ്ക് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, റാങ്ക് കാര്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ഓണസ്റ്റ്ലി പറയാനാണെങ്കിൽ ഞാൻ ഫോൺ നോക്കി കോപ്പി അടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇക്വേഷൻസ് കാണാതായപ്പോൾ നോട്ട് നോക്കിയിട്ട് ഇക്വേഷൻസ് നോക്കിയിട്ടുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതുണ്ടാവുമല്ലോ. സോ ഇക്വേഷൻസ് നോക്കി ഹോണസ്റ്റ്ലി പറയാനാണെങ്കിൽ മോഷനിൻ്റെ പ്ലെയിനൊക്കെ കെമിസ്ട്രി നോക്കേണ്ടി വന്നില്ല.
മാത്സ് നോക്കേണ്ടി വന്നില്ല. മാത്സ് ഒക്കെ പിന്നെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എക്സാമിനൊന്നും ആവശ്യമില്ല. എക്സാമിന് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടാക്കുന്ന ഫോർമുലാസൊന്നും ചോദിച്ചിട്ടില്ല. ഫിസിക്സിൻ്റെ കേസിൽ മോഷൻ്റെ പ്ലെയിനിൽ നോട്ട് നോക്കിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നോക്കേണ്ടി വന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയുള്ളൂ. എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എനിക്ക് ഇക്വേഷൻസ് അറിഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സോ ഓക്കെയാണ്. അപ്പം ഓഫ്ലൈൻ മോക്കാകുമ്പോൾ അങ്ങനത്തെ ഒന്നുകൂടി കുറച്ചുകൂടി വീട്ടിലാകുമ്പോൾ ഒന്നുകൂടി സീരിയസ്നെസ് കുറവാണ്. അപ്പോൾ അടുത്ത മോക്ക് ഒന്നുകൂടി ഉഷാറാക്കണം. പിന്നെ യൂണിറ്റ് 1 ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ളതൊക്കെ ഒന്നുകൂടി പെൻഡിങ് മീൻസ് എനിക്ക് എത്ര അങ്ങോട്ട് യൂണിറ്റ് 1 ഇപ്പോഴും കണ്ട് സെറ്റായി ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട്. സോ അതൊന്ന് സെറ്റാക്കി എടുക്കണം. മെല്ലെ സെറ്റാക്കിയാൽ മതി. യൂണിറ്റ് 6 എത്തുമ്പോഴത്തേനും 1 സെറ്റാക്കിയാൽ മതി. യൂണിറ്റ് 2 ഒപ്പം പക്കയ്ക്ക് കൊണ്ടുപോയാൽ മതി എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതും കൂടിയിട്ട് പോകുന്ന അവസ്ഥ വരും. സോ അങ്ങനെയൊക്കെയാണ് പ്ലാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എക്സാമിൻ്റെ അന്ന് പഠിച്ചതാണ്. പിന്നെ അന്നത്തെ ആൻസർ വന്നപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസപ്പോയിൻമെൻ്റ് ആയപ്പോൾ അന്ന് പോയി പഠിച്ചില്ല. ഇന്നലെ കുഴപ്പമില്ലാണ്ട് പഠിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ ഇനി എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട് രാത്രി ആയപ്പോൾ ഇന്നലെ ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് രാത്രി പഠിക്കാമെന്ന് വെച്ചിട്ട് റൂം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി അടുത്ത യൂണിറ്റ് തൊട്ട് പക്കയ്ക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ എക്സാമിൻ്റെ രീതി അന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കണില്ല. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. 2 മാസം കൂടി ഉള്ളൂ. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങൾ 353 പോരാ, ഒരു 450 ഒക്കെ എയിം ചെയ്ത് പോകണം. ഓക്കെ, അപ്പോഴാണ് നോർമലൈസ് ചെയ്യുമ്പോൾ ഒരു 220 ഒക്കെ സംതിങ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നല്ല സ്കോർ ചെയ്യുന്ന പിള്ളേരുണ്ട്. പിള്ളേരുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 581 മാർക്ക് വാങ്ങിയിട്ടുള്ള 600 വാങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഓഫ്ലൈൻ എക്സാം വരട്ടെ. ഓഫ്ലൈൻ എക്സാമിലാണ് നമ്മുടെ പെർഫോമൻസ് അറിയുള്ളൂ. ഓൺലൈന് കണക്കാണ്. ഓക്കെ, സോ ഓഫ്ലൈന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. സോ യൂണിറ്റ് 3 തൊട്ടിട്ടാണ് ഓഫ്ലൈൻ ഉണ്ടാവുക. സോ അപ്പോൾ നമുക്ക് പറ്റിയിട്ട് നമ്മുടെ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയും. ഓക്കെ, സോ ഇതാണ് എക്സാം 2 പറ്റിയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ. ഇനി ഒരു 2-3 എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ സെറ്റ് ആകുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ടൈം മാനേജ്മെൻറ്റിൽ നോക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രില്യൻറ്റിൻ്റെ ആണ് ഞാൻ കണ്ടു. പിന്നെ നമ്മൾ ഒറിജിനൽ എക്സാമിന് ചിലപ്പോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഫസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. പിന്നെ മിഡിൽ കുറച്ച് ടഫാണ്. ലാസ്റ്റ് നല്ലോണം ഈസിയാണ്. എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കുറച്ച് എത്തി കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ടഫായി എന്ന് തോന്നിയാൽ പിന്നെ നേരെ ലാസ്റ്റിലേക്കാണ് പോകുന്നത്. ലാസ്റ്റിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഇടയിലുള്ളൊക്കെ മാർക്ക് ഫോർ റിവ്യൂ അടിച്ചിട്ട് ആ പെർ മിനിറ്റിൽ തീർക്കണ്ട് മാത്രം തീർത്തിട്ട് അങ്ങനെ പോവാണ്. മാത്സിൽ ഞാൻ മാത്സിൽ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരുന്നു. 36 ക്വസ്റ്റ്യൻ ചെയ്ത്. നിങ്ങൾക്കറിയാലോ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ഞാൻ അത്ര പക്കാ സ്ട്രോങ് അല്ല. പക്ഷെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയതാണ് ഈ 353. ഓക്കെ, ഈ എന്താ പറയുക, ഈ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷനിൽ റൂട്ട് എക്സിൻ്റെ എങ്ങനെയിരുന്ന ക്വസ്റ്റ്യൻ വന്ന് മോഡ് എക്സിൻ്റെ ക്വസ്റ്റ്യനോ അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു. എക്സ് സ്ക്വയർ പ്ലസ് 9 റേഞ്ച് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ശരിക്കും പ്രൂവ് ചെയ്ത് കണ്ടുപിടി എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ എനിക്കറിയാം എക്സ് സ്ക്വയർ ഗ്രാഫിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇതുള്ളത്, പാരബോളയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 9 സംതിങ് ആയിരുന്നു. അപ്പോൾ 9 ഡിഗ്രി അപ്പ് ചെയ്താൽ പിന്നെ അങ്ങനെ 9 to ഇൻഫിനിറ്റി അങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെയാണ് കുറേ ചെയ്തു പോയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചക്കഭാഗ്യത്തിന് കറക്റ്റ് ആയതാണ് കുറേ എണ്ണം. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈ യൂണിറ്റ് 1 ഒന്നുകൂടി സെറ്റ് ആക്കേണ്ടതുണ്ട്. ഓക്കെ, സോ യൂണിറ്റ് 2 തൊട്ടിട്ട് പക്കയായിട്ട് പോകണം. യൂണിറ്റ് 1 ഇടയിലൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വിടണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എക്സാം 2 റിവ്യൂ വരാനാണെങ്കിൽ. സോ ഇനി നാളെ തൊട്ടിട്ട് നമ്മൾ മുന്നത്തെ പോലെ തന്നെ സ്റ്റഡി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.